ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ആലുവയിലാണ്. ആലുവയിൽ പ്രേമം ചിത്രീകരിച്ച അക്വഡാറ്റ് ബ്രിഡ്ജിന് മുകളിലാണ്. നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം. ആ കാണുന്നതാണ് ഉളിയന്നൂർ പുതിയ പാലം. ആ താഴെ കാണുന്നത് ജോർജും കൂട്ടുകാരും കുലുക്കി സർബത്ത് കുടിക്കുന്ന ആ ഒരു കടയാണ്. അതിന് സമീപത്തായി തന്നെയാണ് ജോർജ് മേരിയെ ഫോൺ ചെയ്യുന്ന ഒരു ബൂത്ത് സെറ്റ് ഇട്ടിരുന്നത്. നമുക്ക് താഴേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ടീ ഷോപ്പിൻ്റെ കാഴ്ചകൾ കണ്ട് തിരിച്ച് ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. പ്രേം എന്ന ചിത്രത്തിലെ നിവിൻ പോളിയുടെ ഫ്രണ്ട്സ് ഇരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഈ സ്റ്റെപ്പിൽ കൂടി അവർ സൈക്കിൾ എടുത്തുകൊണ്ട് കയറുന്ന സീനൊക്കെ ഉണ്ട്. അത് ഇവിടുന്നുള്ള എൻട്രൻസ് ആണ്. നമുക്കപ്പോൾ നേരെ ഇനി ബ്രിഡ്ജിന് മുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് കയറുകയാണ്. ഇനി ഇവിടുന്ന് UC കോളേജിൻ്റെ അവിടെ വരെ നടക്കാനുണ്ട്. 2015 അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലെ പ്രധാന രംഗങ്ങളും സോങ് സീക്വൻസും ഒക്കെ ചിത്രീകരിച്ച് ഈ ഒരു അക്വഡാറ്റ് ബ്രിഡ്ജിൽ വെച്ചാണ്. ഉളിയന്നൂർ പെരിയാർ വാലി അക്വഡാറ്റ് ബ്രിഡ്ജ് 1965 നിലവിൽ വന്നത്. പറവൂർ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ നിർമ്മിച്ച ഈ ഒരു അക്വഡാറ്റ് ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര നിവാസികളുടെ നടപ്പാലമായി മാറി. സൈക്കിൾ സവാരിക്കാരുടെയും സായാഹ്ന നടത്തക്കാരുടെയും ഫേവറേറ്റ് പ്ലേസ് കൂടിയാണ് ഈ ഒരു അക്വഡാറ്റ് ബ്രിഡ്ജ്. കൈവരികൾ തകർന്നും സ്ലാബുകൾ അടർന്നു മാറിയും പാലം ഇപ്പോൾ കാടുകയറിയ അവസ്ഥയിലാണുള്ളത്. ഈ ബ്രിഡ്ജിൽ ഈവനിങ്ങിൽ അല്ലെങ്കിൽ മോർണിംഗിൽ വരണം, എങ്കിലാണ് നമുക്ക് ഇവിടുത്തെ നല്ലൊരു വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ വന്നത് ഇപ്പോൾ ഉച്ച സമയത്തായിപ്പോയി. അവിടെ നല്ല വെയിലാണ്. ഈ അക്വഡാറ്റ് ബ്രിഡ്ജ് പെരിയാറിനെ ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. ആ കാണുന്ന മാർത്താണ്ഡവർമ്മ പാലമാണ്. ആലുവയിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് മാർത്താണ്ഡവർമ്മ പാലം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർത്താണ്ഡവർമ്മ പാലം കാണാം. പ്രേമം എന്ന ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ അവതരിപ്പിച്ച മേരി എന്ന കഥാപാത്രത്തിൻ്റെ ഭൂരിഭാഗം സീൻസും ഈ പാലത്തിൽ വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. സിജുചേട്ടൻ അവതരിപ്പിച്ച ജോജോ എന്ന കഥാപാത്രം സൈക്കിളിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും ഈ ഒരു പാലത്തിൽ കൂടിയാണ്. നിവിൻചേട്ടൻ കൈകാര്യം ചെയ്ത ജോർജ് എന്ന കഥാപാത്രത്തിൻ്റെ ഒരുപാട് സീൻസ് ഈ ഒരു പാലത്തിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. തുടക്കഭാഗത്ത് മേരിയെ പരിചയപ്പെടാൻ വരുന്ന രംഗവും ലവ് ലെറ്റർ കൊടുക്കുന്നതിനായിട്ട് നിവിൻചേട്ടൻ വരുന്ന ഒരു രംഗവും പിന്നെ ക്ലൈമാക്സ് പോർഷൻ അടക്കം ഈ ഒരു പാലത്തിൽ വെച്ച് ഒരുപാട് സീൻസ് ചിത്രീകരിച്ചിട്ടുണ്ട്.
പ്രേമത്തിലെ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള രംഗമാണ് ഷറഫൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന സീൻ. ആ ഒരു സീനൊക്കെ എടുത്ത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. നമ്മളിപ്പോൾ ബ്രിഡ്ജിൻ്റെ എൻഡിങ്ങിലേക്ക് നടന്നെത്താറായി. അപ്പോൾ കുറച്ചുകൂടി ദൂരമുണ്ട്. അപ്പോൾ പോവാം. സ്ലാബൊക്കെ പോയിട്ട് ഗ്രില്ലൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്രിഡ്ജിൻ്റെ എൻഡിങ്ങിലേക്ക് പോകാം. ആലുവ കളമശ്ശേരി നിയോജക മണ്ഡലങ്ങളിലാണ് ഈ ഒരു അക്വഡേറ്റ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. 15 അടി ഉയരത്തിലാണ് ഈ ഒരു അക്വഡേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4 കിലോമീറ്ററോളം നീളവും ഈ ഒരു അക്വഡേറ്റിനുണ്ട്. ഇവിടുത്തെ പ്രഭാത സായാഹ്ന കാഴ്ചകൾ അതിമനോഹരമാണ്. പാലത്തിൻ്റെ എൻഡിങ് ഇപ്പോൾ ഒന്ന് ഓർത്തിട്ട് ഇതുവരെ ആകണില്ല. ഒരുപാട് ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട്. നല്ല ദൂരമുണ്ട് അവിടെ ഇങ്ങോട്ട് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് എൻഡിങ്ങിൻ്റെ ഒരു കൈവിരി കാണുന്നുണ്ട്. നോക്കാം. UC കോളേജിൻ്റെ അടുത്ത് വെച്ച് ഈ അക്വഡേറ്റ് ബ്രിഡ്ജ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ തുടക്ക ഭാഗം ആലുവ മാർക്കറ്റിൻ്റെ അടുത്തും അവസാനിക്കുന്നത് UC കോളേജിനടുത്തുമാണ്. ഇവിടുന്ന് ഈ ബ്രിഡ്ജ് കനാലായിട്ട് ഒഴുകുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.